റൂമിലിരുന്ന് ബോറടിച്ചപ്പോൾ അമ്മേനെ കൊണ്ട് ചെറിയൊരു ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നേരെ ഊബർ ബുക്ക് ചെയ്ത് മിയ പാർക്കിലോട്ട് വിട്ട് കിവിയും അമ്മമ്മയും ഞാനും ഞങ്ങളങ്ങനെ ഊബറിലെല്ലാം കയറി. നല്ല ട്രാഫിക്കായിരുന്നു, നല്ല കട്ട സിഗ്നൽ കിട്ടി. ഒരു 20 മിനിറ്റ്സിലെത്തേണ്ട സ്ഥലത്തേക്ക് ഞങ്ങളൊരു 50 മിനിറ്റ്സ് കൊണ്ടെത്തി. കിവീൻ്റെ എക്സ്പ്രഷൻസാണ്. കിവി പുറത്തിറങ്ങിയ സന്തോഷത്തിൽ ചുറ്റും കാഴ്ചയെല്ലാം കണ്ട് അമ്മമ്മേൻ്റെ അടുത്ത് അങ്ങനെ സുഖമായിട്ടിരുന്നു. ആൾ ഭയങ്കര ഹാപ്പിയാണ്. പുറത്തിറക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കുറേ ലൈറ്റും കാഴ്ചകളൊക്കെ കാണാമല്ലോ. കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങണം എന്ന് പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷേ ഞങ്ങൾ ഒരുങ്ങി വന്നപ്പോഴത്തേക്കും ആസ് യൂഷ്വൽ ലേറ്റായി. അമ്മ ഖത്തറിൽ വന്നപ്പോൾ തന്നെ അധികം സ്ഥലത്തോട്ടൊക്കെ കൊണ്ടുപോകണമെന്നെല്ലാം പ്ലാൻ ചെയ്തിട്ടായിരുന്നു ഞാൻ കൊണ്ടുവന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി ട്വിസ്റ്റോട് കൂടി കിവിയുടെ വരവ് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ അമ്മേനെ എങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ആഫ്റ്റർ ഡെലിവറിയും നമ്മളിവിടെ ലോക്കായി. നാട്ടിൽ പോയി തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴും വാവയുള്ളതുകൊണ്ട് അവളെ കൊണ്ട് അങ്ങനെ നമുക്ക് എപ്പോഴും പോകാൻ പറ്റാത്തതുകൊണ്ടും അമ്മ പാവം വീട്ടിൽ തന്നെ റൂമിൽ തന്നെ ഇരിപ്പായിരുന്നു. അപ്പോൾ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ മാക്സിമം നമ്മൾ പോകാറുണ്ട്. അങ്ങനെ നമ്മൾ മിയ പാർക്കിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റ്, ഒരു കൺട്രോളില്ലാത്ത കാറ്റായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്കും ടെൻഷനായി, അമ്മയ്ക്കും ടെൻഷനായി. കാരണം കുഞ്ഞിനെ കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണ്, അത്രയും കാറ്റ്. പക്ഷേ കുറേ ഫോട്ടോസ് എല്ലാം എടുക്കണം, നല്ല വ്യൂ ആണ് അവിടെ പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് കുറേ ഫോട്ടോസ് എല്ലാം എടുക്കണം, എൻജോയ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് അവിടെ കുറേ നേരം ഇരിക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് പോയതാണ് നമ്മൾ. പിന്നെ ഒന്നും നോക്കിയില്ല, ഊബർ ബുക്ക് ചെയ്തു. നമ്മൾ നേരെ സെയ്ത്തൂണിലോട്ട് വിട്ടു, തൊട്ടടുത്തുള്ള സെയ്ത്തൂണിലോട്ട്. അവിടെ എത്തിയപ്പോഴത്തേക്കും കിവിക്ക് വിശന്നു തുടങ്ങി. അപ്പോൾ നേരെ സ്റ്റോർ ചെയ്ത് കൊണ്ടുവന്നിരുന്നു ബ്രസ്റ്റ് മിൽക്കെല്ലാം, അതൊക്കെ വാം ചെയ്ത് കിവിക്ക് ആദ്യം കൊടുത്തു. കിവിനെ ആദ്യം തന്നെ ഫീഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആളോക്കെയാണ്. അപ്പോൾ ഒരലമ്പില്ലാണ്ടിരുന്നോളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കിവീൻ്റെ വയറ് നിറച്ചു. യൂഷ്വലി നമ്മൾ പുറത്ത് പോകാറുള്ള സമയത്ത് പമ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മിൽക്ക് എന്ത് ചെയ്യും, നമ്മൾ കൂളാക്കിയിട്ട് സ്റ്റോർ ചെയ്തിട്ട് ബാഗിൽ വയ്ക്കും. പിന്നെ അവൾക്ക് കൊടുക്കേണ്ട സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് മോംകോസിൻ്റെ ബ്രസ്റ്റ് മിൽക്ക് വാമറാണ്. അതിലൊഴിച്ചിട്ട് കറക്റ്റ് ബോഡി ടെമ്പറേച്ചറിലോട്ടാക്കിയിട്ട് അവളെ ഫീഡ് ചെയ്യും. അപ്പോൾ ആൾ സെറ്റായി അവിടെ സ്ട്രോളറിൽ കിടന്നോളും. പിന്നെ നമ്മളൊക്കെ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ ശേഷം വീണ്ടും കുറച്ചും കൂടെ ഫീഡ് ചെയ്തു. ആൾ ഹാപ്പിയായി, വേറെ പ്രശ്നമൊന്നുമില്ല. കുറേ നേരം കളിക്കണതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും കുറച്ചുകൂടെ ഫീഡ് കൊടുത്തു അവൾക്ക്. അപ്പോൾ ഫുഡ് കിട്ടുന്നത് കൊണ്ട് തന്നെ വാശിയില്ലാണ്ട് സുഖമായിട്ട് അവൾ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒരു ഷേക്കൊക്കെ വാങ്ങിച്ചടിച്ച് അങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് കണ്ടാണ് ഈ ദോഹ സൈറ്റ് സീയിങ് എന്ന് പറയുന്ന ബസ്. നല്ല അടിപൊളി സെറ്റപ്പായിട്ട് തോന്നി. ഇതിലെങ്ങനെ നമുക്ക് പോകാം, എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ കണ്ടപ്പോൾ നല്ല നൈസായിട്ട് തോന്നി. ഒരു ഡബിൾ ഡക്കർ ബസ്സൊക്കെ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. ടാറ്റ ബൈ ബൈ ഗൈസ്.